ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഐ എം നാരായൺ പോറ്റി ഹിയർ അഗെയിൻ. നമ്മൾ യു ക്യാൻ വിൻ എന്നുള്ള ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വാട്ട് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് മേക്ക് എ പേഴ്സൺ സക്സസ്ഫുൾ, അതാണ് നമ്മൾ ലാസ്റ്റ് സംസാരിച്ചത്. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ഡിസയർ. അതിൻ്റെ കഥ നമ്മൾ പറഞ്ഞു. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് യു ഷുഡ് ഹാവ് എ ബേണിംഗ് ഡിസയർ. തീവ്രമായ ആഗ്രഹം വേണം. അതാണ് ഫസ്റ്റ് തിങ്. സാധാരണ ആഗ്രഹവും തീവ്രമായ ആഗ്രഹം നമ്മൾ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. ആൻഡ് സെക്കൻഡ് പോയിന്റ് ഈസ് കമ്മിറ്റ്മെൻറ്റ്. ഒരു കാര്യം ഏറ്റെടുത്താൽ അതിനോട് കമ്മിറ്റ്മെൻറ്റ് വേണം. നമ്മളിപ്പോൾ ഒരു വർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഓണർഷിപ്പ് എടുത്തിട്ട് കറക്റ്റായിട്ട് കമ്മിറ്റഡ് ആയിട്ട് ചെയ്യണം. അതിനോട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു ചിന്ത വേണം. അതാണ് കമ്മിറ്റ്മെൻറ്റ് വേണേ. ഇൻറ്റഗ്രിറ്റി ആൻഡ് വിസ്ഡം ആർ ദ ടു പില്ലേഴ്സ് ഓൺ വിച്ച് യു ബിൽഡ് എ കമ്മിറ്റ്മെൻറ്റ്. നമുക്ക് ഇൻറ്റഗ്രിറ്റി വേണം. ഇൻറ്റഗ്രിറ്റി സേ വാട്ട് യു ഡു വാട്ട് യു സേ. ആൻഡ് വിസ്ഡം, അതായത് നമുക്കൊരു ഹയർ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് വേണം. ഇൻറ്റഗ്രിറ്റി, ഒരു മാനേജർ പറഞ്ഞിട്ടുണ്ട്, ഇൻറ്റഗ്രിറ്റി ഈസ് കീപ്പിംഗ് യുവർ കമ്മിറ്റ്മെൻറ്റ്സ് ഈവൻ ഇഫ് യു ലൂസ്. നമുക്ക് നഷ്ടം വന്നാലും നമ്മൾ ചില ഓർഡർ ചെയ്ത് കൊടുക്കും, കാരണം വാക്ക് പറഞ്ഞു പോയി. പക്ഷേ വിസ്ഡം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഓർഡർ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് വിസ്ഡം. നമുക്ക് എപ്പോഴും ദെർ ഇസ് എ ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലേയിങ് ടു വിൻ ആൻഡ് പ്ലേയിങ് നോട്ട് ടു ലൂസ്. അതായത് വിജയിക്കാൻ വേണ്ടി കളിക്കുന്നതും നമ്മൾ തോക്കാതിരിക്കാൻ കളിക്കുന്നതും വ്യത്യാസമുണ്ട്. നമ്മൾ ചില ഫുട്ബോൾ ഗെയിമിൽ കണ്ടിട്ടുണ്ടല്ലേ, ചിലർ ഫോർവേഡ് കയറി അടിച്ച് പൊളിച്ച് കളിക്കും. മറ്റൊരു നമ്മൾ തോക്കാതിരിക്കും, മറ്റേ ടീം സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് സ്ട്രോങ് ആക്കും, എന്നിട്ട് അവരിങ്ങോട്ട് കയറാതിരിക്കാൻ നോക്കും. നമ്മൾ ശരിക്കും വി ഷുഡ് ഓൾവേസ് പ്ലേ ടു വിൻ. അപ്പോൾ നമുക്ക് എന്തൂസിയാസവും കമ്മിറ്റ്മെൻറ്റും എല്ലാം ഉണ്ടാവും. ഫോർവേഡ് കളിക്കുമ്പോൾ ഭയങ്കര ത്രില്ലായിരിക്കുമല്ലോ. ഒരു വിന്നറെ സംബന്ധിച്ചോളം കോമ്പറ്റീഷൻ ടഫർ ആകുമ്പോൾ ഇൻസെൻറ്റീവ് കൂടുതലായിരിക്കും. ഹി വിൽ ബി മോർ മോട്ടിവേറ്റഡ്, അവൻ്റെ പെർഫോമൻസ് കൂടുതലായിരിക്കും. ആൻഡ് ദ വിക്ടറി വിൽ ബി സ്വീറ്റർ. അതായത് വളരെയധികം കോമ്പറ്റീഷനുള്ള ഇതാകുമ്പോൾ വിക്ടറി വിൽ ബി ബെറ്റർ. പിന്നെ എന്താണ് കമ്മിറ്റ്മെൻറ്റ് കുറയാൻ കാരണം, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണേ എന്ത് വേണം? കൺവിക്ഷൻ ലീഡ്സ് ടു കമ്മിറ്റ്മെൻറ്റ്. കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യത്തോട് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. പൂർണ്ണമായ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ വിജയിക്കും. അതായത് ദർ ഷുഡ് ബി കൺവിക്ഷൻ. ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രിഫറൻസസ് ആൻഡ് കൺവിക്ഷൻ. പ്രിഫറൻസസ് ആർ നെഗോഷ്യബിൾ. നമുക്ക് ഏതാ പ്രിഫർ ചെയ്യുന്നത് നെഗോഷ്യബിൾ ആണ്. കൺവിക്ഷൻസ് ആർ നോട്ട്. പ്രിഫറൻസസ് ഗീവ് വേ അണ്ടർ പ്രഷർ, കൺവിക്ഷൻസ് ബിക്കം സ്ട്രോങ്. പ്രഷർ കൂടുന്തോറും നമ്മുടെ കൺവിക്ഷൻ കറക്റ്റ് ആണെങ്കിൽ വി വിൽ ഡു ഇറ്റ്. നമ്മുടെ ഇറ്റ് ഈസ് ഗുഡ് എന്നുള്ള നമ്മുടെ ഉള്ളിനുള്ളിൽ കൺവിക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മാറില്ല. Convictions are very important because convictions lead to commitments. Conviction ഉള്ളതുകൊണ്ട് കമ്മിറ്റ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കും. ആൻഡ് അപ്പോൾ നമ്മൾ പറഞ്ഞു ബേണിംഗ് ഡിസയർ, സെക്കൻഡ് വൺ ഈസ് കമ്മിറ്റ്മെൻറ്റ്സ് വിത്ത് കൺവിക്ഷൻ, ആൻഡ് ദെൻ തേർഡ് വൺ ഈസ് റെസ്പോൺസിബിലിറ്റി. ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ആക്ഷൻസ്. ഇപ്പം ഞാനൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു ജോലി ചെയ്യുകയാണെങ്കിൽ, ടേക്ക് റെസ്പോൺസിബിലിറ്റി. ഇത് എൻ്റെ ജോലിയാണ്, അല്ലാതെ വല്ലവരും പറയുമ്പോൾ ചെയ്യടാന്ന് പറയുമ്പോൾ ചെയ്യലല്ല. സോ ആ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ആളുകൾ വളരെ കുറവാണ്. സോ നമ്മൾ എപ്പോഴും പറയും ദിസ് ഈസ് യുവർ ബിസിനസ്, ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ബിസിനസ്, ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ആക്ഷൻ. ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം ചെയ്യണം, കോമൺ ആയിട്ട് 5-10 പേരോട് ഒരു പ്രോഗ്രാം ചെയ്യണം. ചില ആളുകൾ കംപ്ലീറ്റ് ന്യൂട്രൽ അടിച്ച് നിൽക്കും, ചില ആളുകൾ അങ്ങനെയല്ല, അത് അതിൻ്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കും. എന്നിട്ട് ദേ വിൽ ബി ബിഹൈൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് വേറെ പുള്ളി തമാശ പറയുന്നുണ്ട്, അതായത് യു കനോട്ട് ബ്രിങ് പ്രോസ്പെരിറ്റി ബൈ ഡിസ്കറേജിങ് ത്രിഫ്റ്റ്. അതായത് പിശുക്കിനെ ഡിസ്കറേജ് കൊണ്ട് നമുക്ക് പ്രോസ്പെരിറ്റി ഉണ്ടാക്കാൻ പറ്റില്ല. യു കനോട്ട് സ്ട്രെങ്തൻ ദി വീക്ക് ബൈ വീക്കനിങ് ദ സ്ട്രോങ്. നല്ല സ്ട്രോങ് ഉള്ള ആളുകളെ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളുകളെ വീക്കൻ ചെയ്തുകൊണ്ട് നമുക്ക് സ്ട്രെങ്ത് കൂട്ടാൻ പറ്റില്ല. യു കനോട്ട് എൻറിച്ച് ദ പുവർ ബൈ ഇംപോറിഷ് ദ റിച്ച്. നമുക്ക് പാവങ്ങളെ എൻറിച്ച് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ? വലിയ കാശുകാരെ താഴേക്ക് ആക്കിക്കൊണ്ട്. യു കനോട്ട് എസ്റ്റാബ്ലിഷ് സൗണ്ട് സെക്യൂരിറ്റി ഓൺ ബോറോഡ് മണി. അതായത് പൈസ ഇങ്ങനെ കടം വാങ്ങിച്ച് നമ്മൾ സെക്യൂർഡാണെന്ന് വിചാരിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. You cannot build character and courage by taking away man's initiative and independence.
ആളുകളുടെ ഇനിഷ്യേറ്റീവ് ഇൻഡിപെൻഡൻസും കവർന്നെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ക്യാരക്ടറും കറേജും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. യു കനോട്ട് ഹെൽപ്പ് മെൻ പെർമനൻ്റ്ലി ബൈ ഡൂയിങ് ഫോർ ദം വാട്ട് ദേ കുഡ് ആൻഡ് ഷുഡ് ഡു ഫോർ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അതായത് നമുക്ക് ആളുകളെ സഹായിക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്തു കൊടുത്തിട്ട് അവരെ സഹായിക്കുകയാണെങ്കിൽ അതൊരിക്കലും ശാശ്വതമല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പിള്ളേരെയൊക്കെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് ചെയ്യാൻ പറ്റുന്ന പണി അവരെ കൊണ്ട് ചെയ്യിക്കണം. പല ഫാമിലീസും നമ്മൾ കണ്ടിട്ടുണ്ട്, പിള്ളേരെ കൊണ്ട് ചെയ്യിക്കുന്ന പണി അവരെ കൊണ്ട് ചെയ്യിക്കണം. അത് നമുക്ക് ചിലപ്പോൾ തോന്നും അയ്യോ കഷ്ടമാണല്ലോ ഇവർ ചെയ്യിക്കണത്. പക്ഷേ ആക്ച്വലി ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ദം ഇൻ ദ ലോങ് ടേം. നമ്മൾ പണ്ട് പറയില്ലോ, ഒരു കഥ പറയുമല്ലോ, നമുക്ക് ഡെയിലി മീൻ പിടിച്ചു കൊടുക്കാൻ പറ്റില്ല, പക്ഷേ ചൂണ്ടിടാൻ പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ അവരെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കാൻ പറ്റും. ആൻഡ് ഒരു തവണ ഒരു കഥയെ കൂടി പറയാം. ഒരു തവണ ഒരു കമ്പനിയുടെ പ്രസിഡൻറ്റ് റിട്ടയർ ചെയ്യായിരുന്നു. പുതിയ ആൾ ചാർജ് എടുത്തു. അപ്പോൾ പുതിയ ആളോട് പുതിയ ചാർജ് എടുക്കുന്ന ആൾ പഴയ ആളോട് ചോദിച്ചു, സാർ എന്തെങ്കിലും എനിക്ക് സാർ എന്നോട് പറയാനുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഫസ്റ്റ് പ്രസിഡൻറ്റ് പറഞ്ഞു 2 കവർ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ആദ്യത്തെ നിങ്ങൾ പ്രസിദ്ധപ്പെടുമ്പോൾ ആദ്യത്തെ കവർ ഓപ്പൺ ചെയ്യാം, രണ്ടാമത് നിങ്ങൾ പിന്നെയും പ്രസിദ്ധപ്പെടുകയാണെങ്കിൽ രണ്ടാമത്തെ കവർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ പുതിയ പ്രസിഡൻറ്റ് വളരെ ഭംഗിയായിട്ട് കമ്പനി നടത്തിക്കൊണ്ട് പോയി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അയാളൊരു വലിയൊരു പ്രസിദ്ധി വന്നു. അപ്പോൾ ആ ഫസ്റ്റ് കവർ പൊട്ടിച്ചു. ഇത് ഓർത്തു, ഫസ്റ്റ് കവർ പൊട്ടിച്ചു നോക്കി. ഫസ്റ്റ് കവറിലിപ്പോൾ എഴുതിയേക്കാണ് എല്ലാ പ്രശ്നങ്ങളും കാരണം ഇതിന് മുമ്പുള്ള പ്രസിഡൻ്റാണെന്ന് പറയാൻ പറ്റും. ബ്ലെയിം ഓൺ ദി പ്രീവിയസ് പ്രസിഡൻറ്റ്. അങ്ങനെ അതിൽ നിന്ന് കരകയറി. കുറേ നാൾ പിന്നെ കമ്പനി സ്മൂത്തായിട്ട് റൺ ചെയ്തു. കുറേ കഴിഞ്ഞ് പിന്നെയും പ്രശ്നം വന്നു, രണ്ടാമത് പ്രശ്നം വന്നു. അപ്പോൾ രണ്ടാമത്തെ കവർ തുറന്നു നോക്കി, സൊല്യൂഷൻ ഉണ്ടാവുമെന്ന് വെച്ചാൽ. അപ്പോൾ അതിനകത്ത് എഴുതിയേക്കണം എന്താണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, നിങ്ങൾ 2 കവർ ഇതേമാതിരി ഉണ്ടാക്കി പുതിയ പ്രസിഡൻറ്റിന് കൊടുക്കാൻ, അയാളുടെ ജോലി പോയി എന്നുള്ളത്. ഓക്കെ, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ ദേ ലേൺ ഫ്രം ദെയർ മിസ്റ്റേക്സ്. നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യാം. മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഗ്നോർ ചെയ്യാം, അത് ഞാൻ ചെയ്തല്ല എന്ന് പറയും, ഡിനേ ചെയ്യാം. അക്സെപ്റ്റ് ആൻഡ് ലേൺ ഫ്രം ദം. അതായത് ബുദ്ധിയുള്ളവരെന്തെന്ന് വെച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെപ്പറ്റി ലേൺ ചെയ്യും. സോ ലെറ്റ് us all have a burning desire. Let us take responsibility for our business. Let us have conviction and commitments. Okay, all the best. Have a wonderful day. Thank you.